ആഫ്റ്റർ വോട്ടുകൊടുപ്പ് ഉച്ചയ്ക്കത്തെ ലഞ്ചിന് പച്ചക്കറികൾ അത്യാവശ്യമായതുകൊണ്ട് തന്നെ പിന്നീടുള്ള ഞങ്ങളുടെ യാത്രകൾ കാൽനടയായി. എൻ്റെ വീടിൻ്റെ മുൻവശത്തൂടെ പോകുന്ന പഞ്ചായത്ത് റോഡാണിത്. ഒരു മാസത്തിന് മുമ്പ് 2 നുണക്കുഴിയുമായി ചിരിച്ചുകൊണ്ട് നിന്ന ഇപ്പോഴത്തെ റോഡിൻ്റെ അവസ്ഥ കണ്ടു. ഈ റോഡ് നന്നാക്കി തരുന്ന എല്ലാ പഞ്ചായത്ത് അംഗങ്ങളോടും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വീട്ടിലോട്ട് പോവാണ്. അത്യന്തം ദിവ്യവും മനോഹരവുമായ ഇന്ദ്രദേവന്റെ വീടിന്റെ പേരായ അമരാവതിയാണ് എന്റെയും വീട്ടുപേര്. കല്യാണത്തിന് പോകാൻ റെഡിയായിരുന്ന അമ്മയെ വിളിച്ചിറക്കി ഞങ്ങൾ 3 സംഘത്തിന്റെയും ഒരു വീഡിയോ എടുപ്പ്. പിന്നെ ഞാൻ ഒറ്റയ്ക്ക്. ഇന്ന് ഉച്ചയ്ക്കത്തെ ലഞ്ചിന് സ്പെഷ്യൽ ബിരിയാണി ആയിരുന്നു, അതും ചിക്കൻ ബിരിയാണി. സാധാരണഗതിയിൽ ചോറ് സെപ്പറേറ്റും ഇറച്ചി സെപ്പറേറ്റുമായിട്ടാണ് വെക്കുന്നത്. എന്നിട്ട് അതിന് ഫ്രൈഡ് റൈസ് എന്നൊരു പേരും പറയും. എന്നാൽ ഫ്രൈഡ് റൈസും ബിരിയാണിയും രണ്ടാണെന്ന് വ്യക്തമായിട്ട് പിന്നീട് മനസ്സിലായി. ഇൻസ്റ്റാഗ്രാമിലെ ഒരു വീഡിയോ കണ്ടിട്ടാണ് ഞാൻ ഈ ചിക്കൻ ബിരിയാണി ഉണ്ടാക്കിയത്. ഇതിൽ റൈസ് നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നു, പക്ഷേ ഇറച്ചിക്കറി കുറച്ചുകൂടെ ബെറ്റർ ആവാനുണ്ടായിരുന്നു. ഈ വാഴയില തുറക്കുമ്പോൾ ചിക്കൻ എല്ലാം നന്നായിട്ട് പെരണ്ട് കിടക്കുന്ന ഒരു രൂപമായിരുന്നു എൻ്റെ മനസ്സിൽ. പക്ഷേ ഇത് മാറ്റിയപ്പോഴാണ് അതിനകത്ത് വെള്ളത്തിൻ്റെ അംശം ഞാൻ കണ്ടത്. പക്ഷെ ഞാൻ തളർന്നില്ല, വീണ്ടും അടുപ്പത്ത് വെച്ച് ചെറുതിയ ഫ്ലെയിമിൽ അത് ചൂടാക്കി പറ്റിച്ചെടുത്തു. ഏതാണ്ടൊരു 11 മണിക്ക് തുടങ്ങി 12:30 ആയപ്പോൾ എൻ്റെ കുക്കിംഗ് എല്ലാം കംപ്ലീറ്റ് ആയി. എന്നിട്ട് ഞങ്ങളൊരു 12:45 ഫുഡ് കഴിച്ചു. അങ്ങനെ എല്ലാവരുടെയും വയറും മനസ്സും നിറഞ്ഞു എന്ന വിശ്വാസത്തിൽ ഞങ്ങൾ പിന്നീട് ഒരു മൂവി കണ്ടു. അത് നമ്മുടെ വാഴയായിരുന്നു, ജിയോ ഹോട്ട്സ്റ്റാറിൽ. അങ്ങനെ അതൊക്കെ കണ്ട് സന്തോഷമായിട്ട് ഇരുന്നു.